ഞാൻ നാസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇത്തവണത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ശത്രുക്കളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയതാണ്. ഒന്നോ രണ്ടോ ഓട് പൊളിച്ചിറങ്ങിയ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിയാൽ യുവാക്കൾക്കും വനിതകൾക്കും പോഷക സംഘടനാ ഭാരവാഹികൾക്കും പരിചയസമ്പന്നർക്കൊക്കെ പരിഗണന നൽകിയ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ നേതാവ് തന്നെ എന്നോട് പറഞ്ഞത്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണം സാദിഖലി ശിഹാബ് തങ്ങളെ കണ്ട് ഒരു അഭിനന്ദനം അറിയിക്കാൻ. അത്രയും നല്ല സ്ഥാനാർത്ഥി ലിസ്റ്റാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത് എന്നാണ് എന്നോട് പറഞ്ഞത്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പേരാമ്പ്രയിലെ അഡ്വക്കേറ്റ് ഫാത്തിമ സൈലിയുടെയും കൂത്തുപറമ്പിലെ ജയന്തി രാജിൻ്റെയും സ്ഥാനാർത്ഥിത്വം. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ആദിവാസി വനിതയെ ജനറൽ സീറ്റിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി നിയമിച്ച മുസ്ലിം ലീഗ്. അന്ന് ദേവകിയായിരുന്നു വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അതേ വയനാടിൽ നിന്നുള്ള ജയന്തി രാജൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അസിസ്റ്റൻ്റ് സെക്രട്ടറി വരെയായി ഇപ്പോൾ കൂത്തുപറമ്പിൽ മുസ്ലിം ലീഗിന് മുന്നണി ലഭിച്ച ജനറൽ സീറ്റിൽ ആണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ MSFയിലൂടെ വളർന്നു വന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വ പദവിയിലെത്തി ചാനൽ ചർച്ചകളിൽ മറ്റും നിറഞ്ഞു നിൽക്കുന്ന അഡ്വക്കേറ്റ് ഫാത്തിമ തൈലിയെ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയാക്കിയതും മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഫാത്തിമ തൈലിയയുടെ പ്രചരണത്തിന് കൂടുന്ന ആളുകളെ കാണുമ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിലെത്തിയ ഷാഫി പറമ്പിലിനെയാണ് ഓർമ്മ വരുന്നത്. അത്രയും ആവേശത്തോടെയാണ് ഫാത്തിമയെ പേരാമ്പ്രക്കാർ സ്വീകരിച്ചത്. അരനൂറ്റാണ്ട് കാലമായി മറ്റാർക്കും പ്രവേശനമില്ലാത്ത CPMൻ്റെ ഉരുക്കുകോട്ടയ പേരാമ്പ്ര ഇത്തവണ ഫാത്തിമ സൈലിയ തകർക്കുമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണിലുണ്ണിയായ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഫാത്തിമയോട് അടിയറവ് പറയേണ്ടി വരുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഫാത്തിമ തൈലിയെ CPM പ്രവർത്തകർ എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് തൈലിയയുടെ FB പോസ്റ്റിന് താഴെ CPMകാർ എഴുതുന്ന തരംതാന്ന ഭാഷയിലുള്ള കമൻറ്റുകൾ. നമുക്കറിയാം, ഇവിടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൻ്റെ പേരിലൊക്കെ മുതലക്കണ്ണീരൊഴിക്കുന്ന ഈ ബുദ്ധിജീവികളെ ആരും തന്നെ ഈ ഫാത്തിമ തൈലിയ എന്ന യുവതിയുടെ വലതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇത്രയും വൃത്തികെട്ട സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും വർഗീയ പരാമർശങ്ങളൊക്കെ കുറിക്കുന്ന ആളുകളെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ ഇവരാരും നമ്മൾ കണ്ടിട്ടില്ല. 4 വോട്ടിന് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. പ്രത്യേകിച്ച് മലബാറിലെ CPMകാർ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഷാഫി പറമ്പിലിന് നേരെയുള്ള കാഫിർ പരാമർശം. എന്തായിരുന്നു അന്ന് നമ്മുടെ ശൈലജ ടീച്ചറുടെ അഭിനയം! പൊട്ടിക്കരച്ചിലും കണ്ണീർ വാർക്കലൊക്കെ കണ്ടിട്ട് ഏത് കഠിന ഹൃദയൻ്റെയും മനസ്സലിഞ്ഞു പോകുന്ന അത്രയും ദയനീയമായിരുന്നു കേട്ടോ അവരുടെ ആ അഭിനയം കണ്ടാൽ ആരുടെ കണ്ണ് നിറഞ്ഞു പോകും. നമ്മുടെ DYFIയുടെ നേതാവ് റഹീം MP വന്നിട്ട് വടകരയിൽ വന്നിട്ട് പറഞ്ഞത് ഷാഫി പറമ്പിൽ കൊടും വർഗീയ വിഷമാണെന്നൊക്കെയാണ്. ഇതൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല. അവസാനം ഇത് യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഏറ്റവും അവസാനം DYFI നേതാവിൻ്റെ മണ്ടയിൽ തന്നെ ചെന്നു പതിച്ചതും നമ്മൾ കണ്ടു. ഏതെങ്കിലുമൊക്കെ ഒരു CPM നേതാവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു കുറിപ്പിട്ടാൽ 24 മണിക്കൂർ കൊണ്ട് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കേരള പോലീസിന് ഇന്നേ വരെ നാട്ടിൽ വർഗീയ കലാപത്തിന് പ്രേരണ നൽകുന്ന വിധം കാഫിർ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയ DYFI നേതാവിനെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. CPMൻ്റെ ചിലവിൽ വഖഫ് ബോർഡിൽ കയറിക്കൂടി വനിതാ മെമ്പർമാരുടെ ഒപ്പം ഞെളിഞ്ഞിരുന്ന് ചായ കുടിച്ച് പിരിയുന്ന നമ്മുടെ മുക്കം ഉമ്മർ ഫൈസി സ്ത്രീകളെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കുന്നതിൽ ശ്രദ്ധിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നുവെന്നും നമുക്കെല്ലാവർക്കും അറിയാം. സാധാരണ സ്ത്രീകളെക്കുറിച്ച് അങ്ങനത്തെ പരാമർശമൊക്കെ നടത്തിയാൽ ഉടനെ തന്നെ ഹാലടങ്ങി വരുന്ന പിണറായി കൂട്ടിരുന്നും ഒരു അക്ഷരം ഉമർ ഫൈസിക്ക് എതിൽ മിണ്ടിയതായിട്ട് നമ്മളാണ് കേട്ടിട്ടില്ല. ഇന്നലെ പേരാമ്പ്ര മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൊടിവെച്ച വാഹനത്തിൽ നിന്ന് ഉറക്കെ കേട്ട ഒരു അനൗൺസ്മെൻറ്റ്, നമ്മുടെ കൗമിൽപ്പെട്ട പെൺകുട്ടിയെ ജയിപ്പിക്കണം, കൗമ് പറഞ്ഞ സമുദായത്തിൽപ്പെട്ട കുട്ടിയെ ജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് രഹസ്യമായി പ്രചരണം നടത്തുന്നു എന്ന വർഗീയ ചേരുവതരുണ്ടാക്കാൻ ലക്ഷ്യമാക്കിയുള്ള ഒരു അനൗൺസ്മെൻറ്റ് ആയിരുന്നു. ഇതെല്ലാവരും കേട്ടതാണ്. ഈ വർഗീയ മുദ്രാവാക്യവുമായി പേരാമ്പ്രയിലെ തെരുവുകളിലൂടെ ഓടുന്ന ഇടതുപക്ഷത്തിൻ്റെ വാഹനം ജനങ്ങളൊക്കെ നേരിൽ കണ്ടതാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട പല ചാനലുകാരും ഇത് ഒപ്പിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് CPM നേതാക്കളോട് ചോദിക്കുമ്പോൾ അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന കല്ലുവച്ച നുണ പറയുമ്പോൾ
വാഹനത്തിൻ്റെ നമ്പർ അടക്കം കാണിച്ച് ഈ വാഹനം ഇടതുപക്ഷത്തിൻ്റെ പ്രചരണ വാഹനമല്ല എന്ന് പറയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അവർ ഉരുണ്ട് കളിക്കുന്നതും ചാനലിലൊക്കെ നമ്മൾ കണ്ടു. ടി പി ചന്ദ്രശേഖരൻ്റെ കൊലയാളികൾ വന്ന വാഹനത്തിന് പിറകെ മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചത് എസ് ഡി പി ഐക്കാരായ ഫസലിനെ, ഇപ്പം എസ് ഡി പി ഐയും സി പി എം ഒക്കെ ഒരു മുന്നണിയാണ്, ഒന്നിച്ച് നിരുപാധികം പിന്തുണയൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. ഈ എസ് ഡി പിക്കാരനെ ഫസലിനെ സി പി എമ്മാർ കൊന്ന് രക്തം പുരണ്ട വസ്ത്രം അമ്പലമുറ്റത്തേക്ക് എറിഞ്ഞതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്. ഈയിടെയായി തൊട്ടതെല്ലാം പിഴക്കുന്ന സി പി എമ്മിൻ്റെ വൈകിയ ഒരു വലിയ പിഴ തന്നെയായിരിക്കും ഈ പുതിയ കൗമിൻ്റെ പെൺകുട്ടി എന്ന അനൗൺസ്മെൻറ്റ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല കേട്ടോ. വളരെ വാശിയേറിയ വടകരയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫിയാണോ ടീച്ചറാണോ ആര് ജയിച്ചാലും ഒരു 2000 താഴെ മാത്രം ഭൂരിപക്ഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇടതുപക്ഷവും വലതുപക്ഷത്തിൻ്റെ ഒക്കെ കണക്കുകൂട്ടൽ തെറ്റിച്ച് 1,20,000 പരം വോട്ടിൻ്റെ മഹാഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിനെ ജയിപ്പിച്ച അതേ അവസ്ഥ പേരാമ്പ്രയിലെ ഫാത്തിമ തൈരിയക്കും ഉണ്ടാകുമെന്നാണ് മതേതര കേരളത്തിൻ്റെ ഉത്തമ വിശ്വാസം. പേരാമ്പ്രയിലും കൂത്തുപറമ്പിലൊക്കെ ഉള്ള എൻ്റെ സുഹൃത്തുക്കൾ, അത് സി പി എമ്മുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ബി ജെ പിക്കാരുണ്ട്, ഒരു രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷവാദികളുണ്ട്. ഇവരൊക്കെ വിളിച്ച് അന്വേഷിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് ഈ തെരഞ്ഞെടുപ്പിൽ 5 പതിറ്റാണ്ട് കാലമായി മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയ പേരാമ്പ്ര. ടി പി രാമകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ ആ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. അവിടെ സ്ഥിരം പരിചിതനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ ഇപ്രാവശ്യം ഫാത്തിമ തഹ്ലിയ ഒരു 5000 താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തോൽപ്പിക്കും. അതുപോലെ തന്നെ ജനതാദളിൻ്റെ സിറ്റിംഗ് സീറ്റായ കൂത്തുപറമ്പിൽ നമ്മുടെ ജയന്തി രാജനും അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് കേരള അസംബ്ലിയിലെത്തുമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്, എൻ്റെ വിലയിരുത്തൽ.